നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിന് ശേഷം ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന സിസ്റ്റം നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നെർവസ് സിസ്റ്റം എല്ലാ ആനിമൽസിലും കാണുന്ന പോലെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ബോഡിയുടെ സെൻട്രൽ ആക്സിസിൽ കാണുന്ന ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടിൽ നിന്നും റൈസ് ചെയ്യുന്ന നെർവ്സ്, പുറത്തേക്ക് പോകുന്ന നെർവ്സ്, അതായത് ക്രേനിയൽ നെർവ്സ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ നെർവ്സ് ഫ്രം ദി സ്പൈനൽ കോഡ്. പിന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ദാറ്റ് വിച്ച് കൺട്രോൾ ദി involuntary activities consisting of the sympathetic and parasympathetic system. ഓക്കെ, അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്ന പാർട്ടാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പീജിയൻ്റെ ബ്രെയിൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് കൺസിഡറബിളി ലാർജർ. ഓക്കെ, ചെറിയ തലയാണെങ്കിൽ പോലും ആ തലേൻ്റെ ഉള്ളിൽ വലിയൊരു ബ്രെയിൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വെരി ബ്രോഡ് ആൻഡ് റൗണ്ടഡ് ഷേപ്പിലുള്ള ഒരു ബ്രെയിനാണ്. ആൻഡ് ബ്രെയിൻ ഇറ്റ് ഈസ് കവേർഡ് ബൈ മീൻസ് ഓഫ് ഓർ പ്രൊട്ടക്റ്റഡ് ബൈ മീൻസ് ഓഫ് ടു മെംബ്രെയിൻസ്. ഔട്ടർ മെംബ്രെയിനെ നമ്മൾ ഡ്യൂറാ മാറ്റർ എന്നും ഇന്നർ മെംബ്രെയിനെ നമ്മൾ പയ മാറ്റർ എന്നും പറയും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, കാരണം മാമൽസിൽ നിങ്ങൾ പഠിക്കും 3 മെംബ്രെയിൻ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നുണ്ടാവുക അല്ലേ. മെനിഞ്ചസ് എന്ന് പറയുന്ന 3 മെംബ്രെയിൻ, പയ മാറ്റർ, ഡ്യൂറാ മാറ്റർ ആൻഡ് അരക്കനോയിഡ് മെംബ്രെയിൻ. അതാണ് മാമൽസിൽ. ഇവിടെ 2 എണ്ണയുള്ളൂ, പയ മാറ്ററും ഡ്യൂറാ മാറ്ററും, ഔട്ടർ ഡ്യൂറാ മാറ്റർ ആൻഡ് ഇന്നർ പയ മാറ്റർ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ടാവും അല്ലേ. ഇതിനെയാണ് നമ്മൾ സബ് ഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കോൾഡ് ആസ് എ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇനി ബ്രെയിനിൻ്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ബ്രെയിനിനെ നമുക്ക് 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാ ആനിമൽസിനും കാണുന്ന പോലെ തന്നെ. പ്രോസെൻസെഫലോൺ വിച്ച് ഈസ് കോൾഡ് ആസ് എ ഫോർ ബ്രെയിൻ, mesencephalon called as a midbrain and rhombencephalon also called as a hindbrain. ഇനി ഫോർ ബ്രെയിൻ്റെ പാർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ബ്രെയിൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾഫാക്ടറി ലോബ്സ്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല, ചെറിയൊരു പ്രൊജക്ഷൻ മാതിരി ഉണ്ടാവുള്ളൂ. ഓൾഫാക്ടറി ലോബ്സ് ഉണ്ടാവും, പിന്നെ സെറിബ്രം ഉണ്ടാവും, പിന്നെ ഡയൻസെഫലോൺ ഈ ഭാഗത്ത്. ഓക്കെ, ഇനി മിഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ഓപ്റ്റിക് ലൂബ്സ്. ഓപ്റ്റിക് ലൂബ്സ് 2 റൗണ്ടഡ് ആയിട്ടുള്ള ഓപ്റ്റിക് ലൂബ്സ്. ദെൻ ഹൈൻഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബെല്ലം, പിന്നെ വെൻട്രൽ സൈഡിൽ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബ്രെയിനിൻ്റെ പാർട്സ് വരുന്നത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഇനി നമുക്ക് ഫോർ ബ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഡോർസൽ ആൻഡ് വെൻട്രൽ വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഓൾഫാക്ടറി ലോബ്സ് എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ കേസിൽ നമുക്കറിയാം അവർ ഓൾഫാക്ഷൻ വളരെ വളരെ പുവറാണ് അല്ലേ. അതിനനുസരിച്ചിട്ട് ഇവിടെ ദ ഓൾഫാക്ടറി ലോബ്സ് ഇറ്റ് ഈസ് ഹൈലി റെഡ്യൂസ്ഡ്. ഇത്രയും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പുവർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബേർഡിൻ്റെ ബ്രെയിനിലുള്ള ഓൾഫാക്ടറി ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈലി റെഡ്യൂസ്ഡ് ആൻഡ് പുവർലി. കാരണം ഇത് അങ്ങനെ ഹൈലി റെഡ്യൂസ്ഡ് ആയതുകൊണ്ടാണ് ബേർഡ്സിൻ്റെ ഓൾഫാക്ടറി പവർ ഇത്രയും എന്താണ് വളരെ പുവറായിട്ടുള്ള ഓൾഫാക്ഷൻ കാണുന്ന ബേർഡ്സ്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ ആൻഡ് ഹൈലി റെഡ്യൂസ്ഡ്. ഇനി സെറിബ്രം, ഇവിടെ കാണുന്ന മാസീവായിട്ടുള്ള സ്ട്രക്ചർ, ഇറ്റ് ഈസ് പുഷ്ഡ് ബാക്ക്വേർഡ്സ് ബൈ ദി ഫോർവേഡ്ലി എക്സ്റ്റെൻഡിങ് സെറിബെല്ലം. ഓക്കെ, ഇവിടുന്ന് ഒന്നിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും പിന്നിലേക്ക് ബൈ ദി സെറിബെല്ലം. അതൊഴിച്ചാൽ ഇവിടെ ഒരു വളരെ ലാർജ് ആയിട്ടുള്ള മാസീവായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഈസ് ക്ലിയർലി മാർക്ക്ഡ് ഇൻ ടു ഡോർസൽ സൈഡിലായാലും വെൻട്രൽ സൈഡിലായാലും ഇറ്റ് ഈസ് മാർക്ക്ഡ് ഇൻ ടു 2 ഡിസ്റ്റിങ്ക്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ ബൈ മീൻസ് ഓഫ് എ വെരി ഡീപ്പ് ഫിഷർ. ഇനി സെറിബ്രൽ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സ്മൂത്ത്. അവിടെ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള ഫറോസോ റിഡ്ജസോ ഒന്നും കാണാൻ സാധിക്കില്ല. മാമൽസിൽ അങ്ങനെയല്ല, ഹൈലി ഫോൾഡഡ് ആയിട്ടുള്ള സെറിബ്രമാണ് അല്ലേ, ടു ഇൻക്രീസ് സർഫസ് ഏരിയ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദ റിഡ്ജസ് ആൻഡ് ഫറോസ്.
അതിവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ പാർട്ട് എടുക്കുമ്പോഴും അതിൻ്റെ ഡിഫറൻസ് കമ്പയർ ചെയ്ത് പഠിക്കാം. So the cerebrum, it is very large but it is very smooth. Okay, now ഈ ബ്രെയിൻ ഇത്രയും ലാർജ് സൈസ്ഡ് ആവാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഇസ് ഡ്യൂ ടു ദ ഹൈലി ഡെവലപ്ഡ് കോർപ്പറ സ്ട്രയേറ്റ. കോർപ്പറ സ്ട്രയേറ്റ എന്ന് പറയുമ്പോൾ ബ്രെയിനിൻ്റെ സെറിബ്രത്തിൻ്റെ വെൻട്രൽ പാർട്ട് ഫ്ലോറിലും അതേമാതിരി ലാറ്ററൽ സൈഡ്സിലും കാണുന്നതാണ് കോർപ്പറ സ്ട്രയേറ്റ. ഓക്കെ, അത് എൻലാർജ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സെറിബ്രം ഇത്രയും മാസീവായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, ഈ കോർപ്പറ സ്ട്രയേറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് തന്നെ 3 ലെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ദ അപ്പർ ലെയർ ഇസ് കോൾഡ് ആസ് ഹൈപ്പർ സ്ട്രയേറ്റം, മിഡിൽ ലെയർ ഇസ് കോൾഡ് ആസ് മീസോസ്ട്രയേറ്റം ആൻഡ് ദ ലോവർ ലെയർ ഇസ് കോൾഡ് ആസ് എ പാലിയോ സ്ട്രയേറ്റം. പിന്നെ അതിൻ്റെ റൂഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉള്ളെന്നാണ് പറയുന്നത് കേട്ടോ. റൂഫ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി തിൻ. ദ റൂഫ് ഇസ് കോൾഡ് ആസ് നിയോപാലിയം. ഓക്കെ, so the cortex is very less developed than the medulla. അപ്പോൾ ഇതാണ് നമ്മുടെ സെറിബ്രത്തിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി വരുന്ന പാർട്ട് ഫോർ ബ്രെയിനിൻ്റെ വരുന്ന പാർട്ടാണ് ഡയൻസെഫലോൺ. അത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഡയഗ്രത്തിലാണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഡയൻസെഫലോൺ. ഓക്കെ, അപ്പോൾ ഈ സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഇടയിലുള്ള ഈ ഒരു റോംബോയിഡൽ ഏരിയ, ദിസ് ഈസ് കോൾഡ് ആസ് ഡയൻസെഫലോൺ. അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വെൻട്രൽ സൈഡിലാണ്. ഓക്കെ, ഈ ഭാഗം ദിസ് ഈസ് കോൾഡ് ആസ് എ ഡയൻസെഫലോൺ. ഡോർസൽ സൈഡിൽ ഈ സെറിബ്രൽ ഹെമിസ്ഫിയറും അതേമാതിരി സെറിബെല്ലും ഒക്കെ അങ്ങനെ മറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഡോർസൽ സൈഡിൽ ഡയൻസെഫലോൺ അങ്ങനെ കാണാത്തത്. പക്ഷെ വെൻട്രൽ സൈഡിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഈ ഡയൻസെഫലോൺ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഡയൻസെഫലോൺ ഇതിൻ്റെ റൂഫ് ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പീനിയൽ ബോഡി. റൂഫ് ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു പീനിയൽ ബോഡി, ഗ്ലാൻഡുലാർ ആയിട്ടുള്ള പീനിയൽ ബോഡി. പിന്നെ ഫ്രം ദ ഫ്ലോർ ഓഫ് ദ ഡയൻസെഫലോൺ റൈസസ് ദി infundibulum. Okay, from the floor of the diencephalon arises the infundibulum. അപ്പോൾ ഡോർസൽ ഔട്ട്ഗ്രോത്ത് ആണ് പീനിയൽ ബോഡി, വെൻട്രൽ ഔട്ട്ഗ്രോത്ത് ആണ് infundibulum. Okay, now this infundibulum terminally this is joining the pituitary body. Okay, hypophysis എന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ബോഡി ഇതിലേക്ക് വന്ന് ടെർമിനൽ എൻഡിൽ വന്നിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നതാണ് പിറ്റ്യൂട്ടറി ബോഡി, ഓൾസോ കോൾഡ് ആസ് എ ഹൈപ്പോഫൈസിസ്. ഇനി ഇതിന് തൊട്ട് മുകളിലായിട്ട് ഇൻ ഫ്രണ്ട് യു ക്യാൻ സീ ദ ഒപ്റ്റിക് ട്രാക്ക്. ഇവിടെയാണ് റൈറ്റ് ഹെമിസ്ഫിയറിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും വരുന്ന റൈറ്റ് ലോബിൽ നിന്നും ലെഫ്റ്റ് ലോബിൽ നിന്നും വരുന്ന നെർവ് ഫൈബർ ദ ക്രോസ് ഓവർ ഈച്ച് അതർ ടു ഫോം ദിസ് എക്സ്-ഷേപ്ഡ് സ്ട്രക്ചർ called as the optic chiasm. Okay, optic nerve they cross over each other from right and left, cross over each other. So this structure is called as a optic chiasm. ഇനി ഈ ഡയൻസെഫലോണിൻ്റെ സൈഡ് വാൾസ് ഉള്ളിൽ the side walls of the diencephalon it highly thickened ആണ് to form what is called as a thalami. ഈ തലാമിയിലേക്കാണ് നമ്മുടെ ഫൈബേഴ്സ് nerve fibers ഫ്രം ദി ടാക്ടൈൽ സെൻസ് ഓർഗൻസ്, അതേമാതിരി പെയിൻ, ടെമ്പറേച്ചർ ഇതൊക്കെ സെൻസ് ചെയ്യുന്ന ഓഡിറ്ററി പെർസെപ്ഷൻ ഇവിടെ നോക്കാൻ പറ്റുന്ന നെർവ്സ് അതിനെ റിസീവ് ചെയ്യുന്ന ഭാഗം ഈ തലാമിയാണ്. ഓക്കെ, സോ ദ ഫ്ലോർ ഓഫ് ദ ഡയൻസെഫലോൺ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഓർഗൻ നമുക്ക് അല്ലേ എൻഡോക്രൈൻ ഓർഗനാണ്, ഹൈലി ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ഹൈപ്പോതലാമസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ദ ഫോർ ബ്രെയിൻ. ഇനി നമ്മൾ മിഡ് ബ്രെയിൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഇറ്റ് ഈസ് represented by the 2 optic lobes, rounded ആയിട്ടുള്ള optic lobes that are connected together. The 2 lobes are connected by means of a transverse commissure. Optic commissure വെച്ചിട്ട് ഈ 2 lobes join ചെയ്തിട്ടുണ്ട്. So they are pushed to the sides.
ഈ ഒരു സെറിബെല്ലം ഇവിടെ അങ്ങനെ അമർന്നിരിക്കുന്നത് കൊണ്ട് ദേ ആർ പുഷ്ഡ് ടുവേർഡ്സ് ദി സൈഡ്സ്. ഇനി ഓപ്റ്റിക് ലോബ്സ് കമ്പാരിറ്റീവ്ലി ലാർജറാണ്. ബേർഡ്സിൻ്റെ കേസിൽ നമുക്കറിയാം ബേർഡ്സിൻ്റെ സെൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് വളരെ കീനാണ്. അപ്പോൾ അതിനോട് കിടപിടിക്കുന്നതായിട്ട് ദ ഓപ്റ്റിക് ലോബ്സ് ദേ ആർ വെരി എൻലാർജ്ഡ് ഇൻ സ്ട്രക്ചർ. ഓക്കെ, സോ പിന്നെ വരുന്നത് നമ്മുടെ നൗ ഈ ഓപ്റ്റിക് ലോബിൻ്റെ ഫ്ലോർ ഇറ്റ് ഇസ് the thickened floor of the optic lobe, this is called as a crura cerebrae. രണ്ടിലുണ്ട് ഫ്ലോർ, ഇറ്റ് ഇസ് കോൾഡ് ആസ് എ crura cerebrae. ഇനി ഹൈൻഡ് ബ്രെയിൻ നോക്കുകയാണെങ്കിൽ ദ ഹൈൻഡ് ബ്രെയിൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സെറിബെല്ലം ആൻഡ് ദി മെഡുല്ല ഒബ്ലോങ്ങേറ്റ. സെറിബെല്ലം അതും ഒരു എനോർമസ്ലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. കാരണം മസ്കുലാർ കോർഡിനേഷൻ, മെയിൻ്റനൻസ് ഓഫ് ഇക്വിലിബ്രിയം, മൂവ്മെൻറ്റ്, ലോക്കോമോഷൻ, ഇതൊക്കെയാണ് സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ബേർഡ്സിൽ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെയിൻറ്റെയിനിങ് ദ ബാലൻസ് അല്ലേ, മൂവ്മെൻറ്റ് ഓഫ് ദ മസിൽസ്, കോർഡിനേഷൻ ഓഫ് ദ മസ്കുലാർ മൂവ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ സെറിബെല്ലം അതിനനുസരിച്ചിട്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് എൻ എൻലാർജ്ഡ് സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ന്യൂമറസ് റിഡ്ജസ്, ട്രാൻസ്വേഴ്സ് റിഡ്ജസ് ആർ പ്രസൻറ്റ്. ഇനി ഇതിൻ്റെ ഗ്രേ മാറ്റർ, ഈ ഗ്രേ മാറ്റർ വൈറ്റ് മാറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ട്രീൻ്റെ ബ്രാഞ്ചസ് എങ്ങനെയാണോ അതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കും, ഉള്ളിലേക്ക് ട്രീ ലൈക്ക് പാറ്റേൺ. ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ആർബർ വിറ്റ എന്നാണ് പറയുക. ഓക്കെ, ദ ഗ്രേ മാറ്റർ it branches as enfoldings into the white matter, just like the branches of a tree. അതിനാണ് നമ്മൾ ആർബർ ബിറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെറിബെല്ലം നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ് ഹാസ് 3 പാർട്സ്. ഒരു മിഡിൽ പോർഷൻ ഉണ്ടാവും, ഇതിനെയാണ് വെർമസ് എന്ന് പറയുന്നത്. ആൻഡ് 2 lateral lobes ക്യാൻ ബി സീൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫ്ലോക്കുലാർ ലോബ്സ് അല്ലെങ്കിൽ ഫ്ലോക്കുലൈ എന്ന് പറയുന്നത്. ഓക്കെ, ദ മിഡിൽ പോർഷൻ വെർമിസ് ആണ്, ഈ 2 lateral lobes ആണ് ഫ്ലോക്കുലാർ ലോബ്സ് അല്ലെങ്കിൽ ഫ്ലോക്കുലൈ. ഇനി വെർമിസ്, the vermis portion, it is clearly differentiated into ഒരു ആൻറ്റീരിയർ പോർഷൻ ഉണ്ടാവും, ഒരു മിഡിൽ പോർഷൻ ഉണ്ടാവും, ഒരു പോസ്റ്റീരിയർ മോസ്റ്റ് പോർഷൻ ഉണ്ടാവും. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ട്രാൻസ്വേഴ്സ് ഗ്രൂവ് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ഇനി മെഡുല്ല ഒബ്ലോങ്ങേറ്റ, ദിസ് ഇസ് ഹാവിങ് എ വെൻട്രൽ കർവച്ചർ. ഇതിനെയാണ് വെൻട്രൽ ഫ്ലക്ഷർ എന്ന് പറയുന്നത്. ഓക്കെ, യു ക്യാൻ സീ ഓൺ ദ വെൻട്രൽ സൈഡ് വെൻട്രൽ കർവച്ചർ ക്യാൻ ബി സീൻ. ദിസ് ഇസ് കോൾഡ് ആസ് എ വെൻട്രൽ ഫ്ലക്ഷർ. സോ ഇത് ബേർഡ്സിൽ കാണുന്നുണ്ട് ഈ വെൻട്രൽ ഫ്ലക്ഷർ, ആസ് വെൽ ആസ് നമ്മുടെ ലിസാർഡ്, റെപ്റ്റീലിയൻ ആയിട്ടുള്ള ലിസാർഡിലും ഈ ഒരു വെൻട്രൽ ഫ്ലക്ഷർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഫോംസ് ഈ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ഓഫ് ദ ബേർഡ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ.